ആക്ച്വലി നമ്മളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോഴേക്കും പല കാലഘട്ടങ്ങളിൽ നിന്നാണ് ആക്ച്വൽ റിയലൈസേഷൻ ഉണ്ടാകുന്നത്. അതായത് ഓക്കെ, എനിക്ക് ഈ സിവിൽ സർവീസ് എന്നൊരു പ്രൊഫഷനിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അതുണ്ടാകുന്നത് നമ്മുടെ പല കാലഘട്ടങ്ങളിലായിരിക്കും. ചില ആളുകൾക്ക് അത് സ്കൂൾ ലെവൽസിലുണ്ടായിരിക്കാം, ചില ആളുകൾ ഒരു +1 +2 ലെവലിലേക്ക് വരുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും അതുണ്ടാകുന്നത്, ചിലപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴാവാം, ചിലപ്പോൾ റിസർച്ച് ചെയ്യുമ്പോഴാവാം. അങ്ങനെ ഏത് സ്റ്റേജസിൽ വേണമെങ്കിലും നമുക്ക് ഈ റിയലൈസേഷൻ ഉണ്ടാകാം. അത് ചിലപ്പം പല ഫാക്ടേഴ്സ് ഉണ്ടാകാം, ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ഈ റിയലൈസേഷൻ ഉണ്ടാകുകയും നമ്മളൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഒരു സ്കൂൾ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് ഒരു പ്രിപ്പറേഷനിലേക്ക് വരേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടായി, ഓക്കെ ഇതാണ് എൻ്റെ പ്രൊഫഷൻ, എനിക്കിഷ്ടമുള്ളൊരു ജേണി ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സിലബസ് നോക്കാം, പക്ഷേ സിലബസിനേക്കാൾ ഉപരി നിങ്ങൾ ആ കാലഘട്ടത്തിൽ പഠിക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ. ഇപ്പോൾ NCERT ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ കാലഘട്ടത്തിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ മാർക്കിന് വേണ്ടി പഠിക്കാതിരിക്കുക. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാർക്കിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മളൊരു പ്രഷർ ഇട്ടാണ് പഠിക്കുന്നത് അല്ലേ. അതിന് പകരം നിങ്ങൾ എന്താണോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, എന്താണോ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത്, ആ നോളജിന് വേണ്ടിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ. കാരണം നോളജ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ ഉത്തരം എഴുതും അല്ലേ. അപ്പം നിങ്ങൾ പഠിക്കുന്ന ആ കാലഘട്ടം, ആ സ്കൂൾ ലെവൽസിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് പഠിക്കുക. ഇത് ഞാൻ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ച് പഠിക്കുക. അതായത് പല റിയൽ ലൈഫ് സിനാരിയോസിലേക്കും നിങ്ങൾക്ക് പല പല സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സയൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ പത്രം ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് പോളിറ്റിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടം മാർക്കിന് വേണ്ടി പഠിക്കാതെ, മാർക്ക് സ്കോർ ചെയ്യാൻ പഠിക്കാതെ, ആ അറിവിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലി വളരെയധികം കുറയും, നിങ്ങളുടെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. പിന്നീട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പത്രവായന സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മുഴുവൻ പത്രം ഇരുന്ന് വായിക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷേ സ്ലോലി നിങ്ങൾ പത്രം വായിക്കുന്ന ഒരു ഹാബിറ്റായിട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇത് സ്കൂൾ ലെവൽസിലേക്ക് വരുമ്പോഴും +1 +2ലേക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാലിപ്പോൾ നിങ്ങളൊരു ഡിഗ്രി ലെവലിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് NCERT പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മളെല്ലാവരും പല പല സബ്ജക്റ്റിലായിരിക്കുമല്ലോ നമ്മൾ ഡിഗ്രി എടുക്കുന്നത് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം, വായിച്ചു തുടങ്ങാം. കാരണം അത് റിവിഷനാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു വന്നിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കാം NCERT എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഒന്നും കൂടി ഒരു റിവിഷനായിട്ട് തന്നെ അത് വായിച്ചു തുടങ്ങുക. ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിക്കുക, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ ന്യൂസ് പേപ്പർ വായിക്കുക. എന്താണ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുക, കൂടുതലായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രാജുവേഷൻ ടൈമിലാണ് നിങ്ങൾ ഈ ഒരു റിയലൈസേഷനിലേക്ക് എത്തുന്നതെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം സഡനായിട്ട് എടുത്തൊരു തീരുമാനമാണെങ്കിൽ ദെൻ ഒരുപാട് അക്കാഡമീസും ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അവരുടെ ആരുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ട്രെയിനിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വൺ ഇയർ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ യു ആർ എക്യുപ്ഡ് ടു റൈറ്റ് ദിസ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. സോ ഏതൊരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാം, ഒരു ഡിസിഷൻ എടുക്കാം. പക്ഷേ തീരുമാനം മാത്രം പോരാ, അവിടെ നമ്മൾ ആക്ഷനും തുടങ്ങണം എന്നുള്ളതാണ്. സോ ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും.